നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ മനസാക്ഷി വോട്ടാണ് ചെയ്യേണ്ടതെന്ന് കത്തോലിക്ക ബാവ. സഭാ അംഗങ്ങൾ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ്. സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായെന്നും യാക്കോബായ സഭ ശ്രേഷ്ഠ കത്തോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയസ് ജോസഫ് ബാവയാണ് നമ്മോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളോടുള്ള സഭയുടെ ഒരു സമീപനം? BJP-യോടോ CPM-നോടോ കോൺഗ്രസിനോടോ എങ്ങനെയാണ് ഒരു സമീപനം ഉണ്ടാകുക? വിശ്വാസികളോട് എന്താണ് സഭ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത് വോട്ടിൻ്റെ കാര്യത്തിലല്ല? സാധാരണഗതിയിൽ നമ്മൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാറില്ല. സഭയ്ക്ക് സഹായം ചെയ്തിട്ടുള്ളവരെ സഹായിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ പാർട്ടികളിലും നമ്മുടെ സഭയുടെ ആളുകളും കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. LDF-നും UDF-നും NDA-ലും ഒക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാനായിട്ട് പറയാൻ സഭയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. വിശ്വാസികൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതാണ്. നിശ്ചയമായിട്ടും. അപ്പോൾ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടലൊക്കെ ഒപ്പം മുഖ്യമന്ത്രിയുടെയൊക്കെ ഇടപെടൽ അങ്ങ് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ വിഷയത്തിൽ? ഇടപെടൽ എല്ലാ കാലങ്ങളിലും ഉണ്ടായി, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫലം കണ്ടിട്ടില്ല. ഇപ്പോഴും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് ഫലം കാണാൻ പറ്റുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. 10 വർഷം ഇടതുമുന്നണി ഭരിച്ചു. സഭയ്ക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ഇനി കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഭരണത്തിൽ വന്നാൽ ഗുണമാകും, അങ്ങനെ ഒരു തോന്നലോ എന്തെങ്കിലും സഭയ്ക്കുണ്ടോ? സഭ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സെമിത്തേരി ബില്ല് കൊണ്ടുവന്നതിലൂടെ ഇടപെടലുണ്ടായി. അതിനുശേഷം ഈ കേസുകൾ സംബന്ധിച്ചൊക്കെ കണ്ടംപ്റ്റ് വന്നപ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ വിഷയമൊക്കെ വന്നപ്പോഴും അവിടെ ഇടപെടൽ നടത്തിയെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസുകൾ തുടങ്ങാനും ആ കേസുകളിലൂടെ ഒരു നിർണായകമായിട്ട് ചില വഴിത്തിരിവുകൾ ഉണ്ടാകുവാനും ഒക്കെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും? ഒരു ചർച്ചയ്ക്ക്, തുറന്ന ചർച്ചയ്ക്ക് വേദി അങ്ങ് കാണുന്നുണ്ടോ? ഏത് സമയത്ത് നമ്മളതിന് തയ്യാറാണ്. അതിനൊരു മെട്രോപൊളിറ്റൻ കമ്മിറ്റി പോലെ അതിന് ഫോം ചെയ്തിട്ടുണ്ട്. അവരാണ് അതിനൊരു തീരുമാനമെടുക്കേണ്ടത്. അവസാനമായ ഒരു ചോദ്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അങ്ങ് എത്ര മാർക്കായിരിക്കും കൊടുക്കുക? ഞാൻ മാർക്കിടാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. പല പ്രാവശ്യം നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. വളരെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ സഭാവിശ്വാസികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കോടതി വിധിയെ അദ്ദേഹം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്.